பிளாஸ்டிக் போட்ல பொட்டி உடைஞ்சதுல எல்லாம் வச்சிருக்கீங்க பாருங்க தேங்காய் மரம் இருக்கு தெங்கு மரம் அது பண்ணி அதுக்கு தெங்கு மரம் தான் கேரளாவில நிறைய இருக்கு ஆனா இந்த மாதிரி யாருக்குமே பண்ணணும் தோணலையே மண்ணு கூட போடுறது இல்ல மட்டும்தான் இந்த மாதிரி ஒரு காரணம் நான் இதுக்கு முன்ன பார்த்ததே இல்ல அதுக்கெல்லாம் தாமரைக்கெல்லாம் இதுதான் ஃபர்டிலைஸ் போடுறான் ஏன்னா அதுக்கு இது பொட்டாஷ் தான் போடுவான் பொட்டாஷ் போட்டாதான் அது நல்லா ஹெல்த்தியா வருது ரொம்ப அது ஃப்ளவருக்கு ஏதோ டேப்லெட் கிடைக்கும் இது தேங்காய் மூடி இது கூட வேஸ்ட் பண்ணாம இதுல கூட செடி போடலாம்னு எங்க ஹஸ்பண்ட் சொன்னா அதனால போட்டேன் கேரளால நிறைய கிடைக்கும் പൊട്ടി ഒരു പോട്ടായിരുന്നു ആ പോട്ടിനെ എടുത്തിട്ട് பிளாஸ்டிக் போட்டு അത്ര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരിക്കുന്നു இது அவ்வளவுதான் இது பாருங்க இது உடைஞ்ச பாட்டு அதுக்கு மேல ஒரு பாட்டு அதுக்கு இங்க ஒரு பாட்டு இங்க ஒரு பாட்டு 3 பாட்டு வச்சிருக்கேன் பாட்டு കപ്പില എല്ലാത്തിനും പോടും ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമായ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും സെക്കുലൻറ്റും കാക്ടസും സിഡോവും കൂടി ഒരു ലോകം എത്രയെന്ന് വെച്ചാൽ ഒരു 10,000-ന് മുകളിൽ ചട്ടി ഉണ്ടാവും അപ്പം ചിന്തിക്കും നഴ്സറിയാണ് ഒരിക്കലുമല്ല ഇത് കർണാടകയിലാണ് കർണാടക നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് തമിഴ്നാട്ടിൽ വന്ന് പിന്നെ കർണാടകയിലേക്ക് എത്തിയപ്പോൾ കർണാടകയിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക ഇത് ചാമരാജ് നഗർ എന്ന സ്ഥലമാണ് ഇവിടെ വി അനന്തകുമാർ എന്ന് പറയുന്ന സാറിൻ്റെയും രേവതി എന്ന് പറയുന്ന ഒരു മേഡത്തിൻ്റെയും ഒരു ചെറിയ കളക്ഷനാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെറിയ കളക്ഷനാണോ വലിയ കളക്ഷനാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം അത്ര അതിശയിപ്പിക്കുന്ന കാഴ്ച എങ്ങനെയാണ് എവിടേക്കും തിരിയാൻ വയ്യ കാരണം ആയിരക്കണക്കിന് ചട്ടികളിൽ അല്ലെ 10,000-കണക്കിന് ചട്ടികളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇത്രയും ചെടിഭ്രാന്തനായ നമുക്ക് പോലും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതായത് ഓരോ ഗാർഡനിൽ ചെല്ലുമ്പോഴും ശരിക്കും നമ്മൾ അതിശയിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ നമ്മളിലേക്ക് എത്താൻ കാരണം നമ്മുടെ സീനിയർ അല്ലോ വിജിൻ ആ വിജിൻ്റെ കെയർ ഓഫിലാണ് ഇത് കിട്ടിയത് കാരണം വിജിൻ്റെ അടുത്ത് എപ്പോഴും ചെന്നിട്ട് മാം ഒരുപാട് പ്ലാന്റുകൾ മേടിക്കും എല്ലാ നഴ്സറികളിലും ചെന്നിട്ട് പ്ലാന്റുകൾ മേടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അവനറിയില്ലായിരുന്നു കുറേ കാലമായി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്നലെ പെട്ടെന്ന് നമ്മളും ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കിലാണ് ഞാൻ പറഞ്ഞില്ല കുറച്ച് കൃഷിയും കാര്യങ്ങളിലൊക്കെ തിരക്കിലാണ് പക്ഷേ ആ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഓടി വരികയാണ് ചെയ്തത് എത്ര ദൂരം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അപ്പോൾ പറയും ഒരുപാട് കാശുള്ളവർക്ക് എന്തുമാവാലോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം ഒരുപാട് ആളുകൾക്ക് ഇവിടെ കോടിക്കണക്കിന് രൂപയുള്ളവരുണ്ട് പക്ഷേ അവരൊന്നും ചെടിയല്ല ചെയ്യുന്നത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് എത്ര പൈസ പോയി കൊണ്ട് കുഴിച്ചിട്ടാലും ഇതേപോലെ വളർന്നു വരില്ലല്ലോ അപ്പോൾ അതിനതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഗാർഡനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരി ഇത്രത്തോളം അതിൻ്റെ പോട്ടിംഗ് സെലക്ഷൻ പോലും അതായത് ഫൈബർ പോട്ട്സ് ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടാവുള്ളൂ പക്ഷേ ആയിരക്കണക്കിന് വെറൈറ്റി പ്ലാന്റുകളും ഉണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം അത്ര അതിശയിപ്പിക്കുന്ന കാഴ്ചയുണ്ട് എങ്ങനെയാണ് പോട്ടി മിക്സ് ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടുള്ള മേഖലയാണ് ഈ ചൂടുള്ള മേഖലയിലൊക്കെ എങ്ങനെയാണ് കാക്ടസ് സീഡോ ഇങ്ങനെ വളർത്തുക എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് എന്തായാലും ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വളർന്ന് പോയ ഒരു സ്ഥലമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം നമുക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് കാരണം കർണാടകയാണ് ശരിക്കും ഇവർ ബേസ് പക്ഷേ തമിഴ് കുറച്ചറിയാം ഞാനും കുഞ്ഞു തമിഴ് പേശിയിട്ട് നമുക്ക് ചോദിക്കുക കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ ഒരുപാട് പാവകളുണ്ട് ഈ പാവയ്ക്ക് ഇത് ശരിക്കും ഒരു ഡോള് ശരിക്കും ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന അതേ ഫീലാണ് ഇനി ഇത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഡോള് ഫ്രോക്ക് ശരിക്കും ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന അതേ ഫീൽ തന്നെ തോന്നുന്നില്ലേ എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ അത് ആണാണോ പെണ്ണാണോ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ നമ്മുടെ നാട് വിട്ട് നമ്മൾ വേറൊരു നാട്ടിൽ വന്ന് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് അവരെ പരിചയപ്പെടണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് നൊസ്റ്റാൾജിയുള്ള ഒരു പേരുകാരിയാണ് വേറെ ആരുമല്ല രേവതി മാമാണ് ഇതാ ഈ കാണും നമസ്കാരം മാഡം അപ്പോൾ എപ്പോഴും മാഡം അത് யாரு என்னோட சிஸ்டர் சுமதி ஓகே எப்படி மேடம் இந்த மாதிரி ஃபேஷன் வந்துருச்சு அது இது முதல்ல ஃபர்ஸ்ட் நான் இன்டோர்ல வச்சேன் அது ஒண்ணுமே வரல எல்லாமே ஃப்ளாப் ஆயிடுச்சு இது செக்குலென்ட் சீடோ செக்குலேட் மட்டும் அப்புறமா இங்க வெச்ச மேல கொஞ்சம் ஐடியா வந்தது எனக்கு அப்புறமா இந்த மாதிரி எல்லாம் பேஸ்கெட்ல பண்ணணும் அந்த மாதிரி டெய்லி ஒரு திங்கிங் அந்த மாதிரி ஆனா எல்லாரும் ஹெல்ப் பண்ணாங்க நல்லா ஓகே அதனால ஒரு வாட்டி ஒரு ஐடியா வந்து எத்தனை வருஷம் இதுல ஃப்ளாப் வந்துச்சு இந்த 6 வருஷம் மேல ஆச்சு 6 வருഷം அவ்வளோ இருக்கல இப்போதான் ജാസ്തിയാ ഇருக்கு അതായത് പറഞ്ഞത് മനസ്സിലായോ ഉള്ളിൽ വെച്ച് വളരെ കെയർ ചെയ്ത് വളർത്തിയപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഫ്ലോപ്പ് ആയിരുന്നു ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇവർ ഓരോ ദിവസവും ഓരോ ഐഡിയ വെച്ച് പുറത്തേക്ക് ഇറക്കി അതിനെ അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് പറയാം அப்போ இதோட போட்டி மிக்ஸ் என்ன மேடம் நீங்க பண்றது இதுக்கா இந்த இது இருக்கு எரவுளா தெரியுமா வெர்மி கம்போஸ்ட் அது மட்டும் போட்டாலே போதும் வெர்மி கம்போஸ்ட் மட்டும்
அது போட்டாதான் நல்லா வருது. ஆ. அது போட்டுட்டு நல்லா தண்ணி டெய்லி ஊத்திட்டே இருக்கும். ஏன்னா எனக்கு கணக்கு தெரியாது. எண்ணமே வச்சுக்கல. இன்னுமே போறது அந்த மாதிரி பண்ணி பண்ணி அந்த மாதிரி இப்போ வச்சிருக்கேன். வீட்டுக்குள்ள ஏற முடியாது, ஃபேமிலி எல்லாம் சப்போர்ட்டா? ரொம்ப சப்போர்ட் சப்போர்ட்டா பண்ணுவோம். யாரெல்லாம் இருக்கு? எங்க ஹஸ்பண்ட், என் பையன், ஆ. என் மாட்டு பொண்ணு எல்லாருமே சப்போர்ட் சப்போர்ட் தான். ரொம்ப ஹாப்பியா இருக்கலாம். ரொம்ப ஹாப்பியா பார்த்தா அவரு சேருவீங்களா அந்த பண்றதுக்கு? இல்ல இல்ல Propagation. அப்படி ஒண்ணும் இல்ல, நீ எதை வேணாலும் பண்ணிக்க சொல்லு. அவ்வளவுதான். சரி சரி சரி. ஃப்ரெண்ட்ஸ் எல்லாம் கூட்டிட்டு வந்து காமிக்கிறான், காமிக்கிறேன். எல்லாம் பாக்குறான். அவ எல்லாம் ரொம்ப அப்ரிஷியேட் பண்றான். ஓகே. தங்கையும் சேர்ந்து சப்போர்ட் தானே? சப்போர்ட். சப்போர்ட் தான். அவளுக்கு கொஞ்சம் ஐடியா கேட்டு எல்லாம் ஓ ஐடியா எல்லாம் கொடுப்பா. வீட்டுல செடி வச்சிருக்கா? நானும் இப்ப சின்னதா ஒரு கார்டன் பண்ணிருக்கேன் வீட்ல. பண்ணிருக்கு. சரி சரி, நல்லா. சரி, நீங்க நிறைய வரும்போது எங்களை கூப்பிடுங்க, பார்க்கலாம்ல. கேரளா பீப்புள் எல்லாம் பார்க்கட்டும். இங்க இந்த கர்நாடகையில അല്ലെങ്കിൽ கேரளாவில் எல்லாரும் சொல்றாங்க சூடு ஜாஸ்தி, அதனால செக்குலண்ட் இடம் ஒன்றும் வராதுன்னு. ஜாஸ்தி. இப்போ எவ்வளவு வெயில் இருந்தாலும் ஒண்ணு வருது, அப்புறம் எவ்வளவு மழை வந்தாலும் ஒண்ணு வருது இல்ல. இது ஒன்றும் ஆகுறதில்ல. இந்த போட்டு மிக்ஸ் தான் இம்பார்ட்டன்ட். அது நல்லா வளர்ந்த அப்புறம் நல்லா இம்ப்ரூவ் ஆயிண்டே போறது. அது முதல் கொஞ்சம் ப்ராப்ளம் இருந்தது. ஆனா ஃபர்ஸ்ட் இன்டோர்ல வெச்சு ஓவர் கேரிங் தான். ஓவர் கேரிங் தான் ப்ராப்ளம். ஆமா ஆமா இருக்கிறப்பதான் நல்லா இருக்கு. அதுதான் ரைட். அப்போ இது இன்னோவேட்டிவா நிறைய இந்த பிளாஸ்டிக் போட்ல பொட்டி உடைஞ்சதுல எல்லாம் வச்சிருக்குல. பாருங்க, தேங்காய் மரம் இருக்கு. தெங்கு மரம். இந்த அது பண்ணி அதுக்கு தெங்கு மரம் தான் கேரளாவில நிறைய இருக்கு. ஆனா இந்த மாதிரி யாருக்குமே பண்ண தோணலையே. பால் எல்லாம் பண்ணிருக்கோம். ஆமா, பாத்திருக்கேன். அதாவது இந்த ஸ்மைலி போல் இல்ல, ஸ்மைலி போல், ஸ்பாஞ்ச் போல், அக்யூபஞ்சர் போல்னு சொல்லுவாங்க. இந்த வாட்டர் பாட்டில் இருக்கு, அந்த வாட்டர் பாட்டில் தூக்கி எறியறது இல்ல, அதுக்கு ஹோல் பண்ணி போட்டிருக்கேன். ஆனா ஒரு 50% இது ரீசைக்ளிங் மெத்தட் தான் இங்க யூஸ் பண்ணிருக்கு. 50% காஸ்ட் தான், ஆனா 50% இது பண்ணணுமா வேண்டாதெல்லாம் இருந்தா அதே நான் யூஸ் பண்ணி தண்ணி போட்டில் வேற வச்சிருக்கு. பார்த்தாச்சு. இப்போ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നും നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഇല്ലെന്ന് തോന്നും. വെർട്ടിക്കൽ ഗാർഡനും ഇതുപോലെ ഡോങ്കി ടൈലും ബിറോ സ്റ്റൈലും കാറ്റസും സിഡോ ഒക്കെ കൊണ്ട് ഇങ്ങനെ നിറച്ച് ചെയ്തിരിക്കുന്ന വാളുകൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമ്മൾ ചെയ്യുക ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ചെടി, ഏറ്റവും പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇത് കാണുമ്പോൾ ഏറ്റവും നന്നായിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ചിന്തിക്കും അത് കഴിഞ്ഞു ചിന്തിക്കും. ഒരിക്കലുമില്ല. ഈ ഒരു മതിൽ നോക്കൂ, അല്ലെങ്കിൽ ഈ ഒരു പർഗോള വെച്ചതിൻ്റെ പുറകെ അത് കവർ ചെയ്ത് തന്നെ വെച്ചിരിക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയാത്ത അത്ര ഭംഗിയുണ്ട്. നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്ര മനോഹരമാണ്. താഴെ താമരകളുണ്ട്. ഇപ്പോൾ ഡോർമെൻ്റ് ആവുന്ന സമയമാണ്. പുതിയ ഷൂട്ട്സുകളും ബെഡ്സുകളും ഒക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെ നോക്ക്, എന്തൊരു മനോഹരം. ഏറ്റവും മുകളിൽ ആരാന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റിന് ഇത്ര മനോഹരമായിട്ടൊരു ബോർഡർ മുകളിൽ ചെയ്തിട്ടുണ്ട്. അതിന് എന്തായാലും റിയോ പ്ലാന്റിന് നല്ല വാട്ടറിങ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുന്ന് താഴേക്ക് വരുന്ന വാട്ടറിങ് ഒക്കെ അതിൻ്റെ രീതിയായിട്ട് എങ്ങനെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. കാരണം ഇത് ഇനിയിപ്പോൾ വേണ്ട, ഒരു ചെയറിൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച് വരികയാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ലെന്നേ. അതിലും അവിടെ റെഡിമെയ്ഡ് ആയിട്ടിരിക്കുന്ന രണ്ട് പാവക്കുട്ടികളാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ശരിക്കും ഒരു ദിവാൻ കോട്ടിൻ്റെ സ്റ്റൈലിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഓരോ സ്ഥലത്തേക്ക് പോകില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ഇത് നോക്കിയാൽ ശരിക്കും ഒരു വെറൈറ്റി പോട്ട്. ഇങ്ങനത്തെ പോട്ട്സുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഹൈ ക്വാളിറ്റിയുള്ള പോട്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു വെള്ള കുപ്പിയാണ് കേട്ടോ. ഇത് കുഞ്ഞ് ഒരു 250 ഒരു ചെറിയ കുഞ്ഞ് വാട്ടർ ബോട്ടിലാണ്. ആ വാട്ടർ ബോട്ടിൽ അപ്പോൾ വലിയ കോസ്റ്റ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, വേസ്റ്റാണ്. ഒരു 50% ഇവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും പോട്ട്സുകളും കാര്യങ്ങളൊക്കെ 50% പൈസ കൊടുത്തിട്ട് മുടക്കിയിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് താഴേക്ക് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച നോക്കി എവിടെയാണ് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ വീട്ടിലേക്ക് കയറുന്ന ഒരു പോർഷനാണ്. പക്ഷെ വീട്ടിലേക്ക് കയറണമെങ്കിൽ നമ്മളെ ഈ 1.5 സെൻറ്റിൽ കയറുന്നതിനേക്കാളും കഷ്ടത്തിലാണ്. ആ ஒரு രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. இது தேங்காய் மூடி, இது கூட வேஸ்ட் பண்ணாம இதுல கூட செடி போடலாம்னு எங்க ஹஸ்பண்ட் சொன்னா, அதனால போட்டேன். கேரளாவுல நிறைய கிடைக்கும் உங்களுக்கு, அதனால தான் இதுல பண்றது. சும்மா ஒரு பெயிண்ட் போட்டுட்டு பெயிண்ட் பண்ணிட்டு ஆனா வரும், நல்லாவே வரும், சூப்பரா வரும். இந்த ஒரு உடைஞ்ச போட் കപ്പില് എല്ലാത്തിലെയും പോടலாம். അപ്പൊ ഇതൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഗാർഡനൊക്കെ കാണിച്ചു തരുന്നത് എന്താന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം അവൈലബിൾ ആയിട്ടുള്ളതാണ്
തേങ്ങയോ അല്ലെങ്കിൽ പൊട്ടിയ പാത്രങ്ങളൊക്കെ. இது பாட் பிரேக் ஆனது எடுத்து ആ. இந்த மாதிரி செஞ்சிருக்கோம். ഇത് இங்கெல்லாம் garden പൊട്ടിയൊരു പോട്ടായിരുന്നു. ആ പോട്ടിനെ എടുത്തിട്ട് pot, yeah, ഇത് കണ്ടോ? இந்த பிளாஸ்டிக் അതേപോലെ pot. അത്ര ക്രിയേറ്റീവായിട്ട് ആ. ചെയ്തിരിക്കുന്നു നോക്കിയേ. இது அவ்வளவுதான். இது பாருங்க, இது உடைஞ்ச பாட்டு, அதுக்கு மேல ஒரு பாட்டு, அது இங்க ஒரு பாட்டு, இங்க ஒரு பாட்டு, Yes. 3 பாட்டு வச்சிருக்கோம். എന്ത് രസം നോക്ക്. ஹாய். எனக்கே ரொம்ப பைத்தியம் இதுல. பிளான்ட்ல பைத்தியம் வந்திருக்கு. Okay. இங்க பார்க்கும்போது என் பைத்தியம் சின்ன பைத்தியம் தெரியுது. ஆனா ஒரு 10,000 போட்டுக்கு மேல இருக்குன்னு தோணுது. ஸ்கேட்டர் சீடம் இருக்கலாம். ஏன்னா அது இது பண்ண முடியாது இல்லையா? கவுண்ட் பண்ண முடியாது. கவுண்டே பண்ண முடியாது. கவுண்ட் பண்ண முடியாது. இன்னும் ஆசை இருக்கு எனக்கு, பண்ணிட்டே இருப்பேன். இப்பவும் செஞ்சுட்டு தான் இருக்கு. இன்னும் அங்க பாருங்க எவ்வளவு பண்ணி வச்சிருக்கேன் அந்த சைடு. இன்னும் செஞ்சுட்டே இருக்க பாருங்க. இதா இங்க இங்க நிறைய பண்ணி இதா, வச்சிருக்கோம். ஓ இங்க எல்லாம் இது 3 பார்ட்ஸ். இது ஓ இது வேற ஒரு டைப்ல இது வந்து. இது ரொம்ப பண்ணிருக்கோம். ஐயோ. பாருங்க இந்த மாதிரி இந்த பாஸ்கெட் பாருங்க. இது 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 எந்த பாஸ்கெட் பாட் பிளாஸ்டிக்லயே பிளாஸ்டிக் அல்ல, இது இது ஒரு மாதிரி இது சூரல் மாதிரி இருக்கும்ல. இது பேம்பு டைப். ஓகே ஓகே. இது இந்த ஐடியா எங்க இருந்து கிடைச்சது? இந்த எல்லாத்துக்கும் பொம்மை வச்சிருக்கு. நானே சும்மா ஐடியா எனக்கே தோன்றது. ஆ. ஏதான ஒண்ணு ஒரு மாதிரி கிரியேட் பண்ணலான்னு சொன்ன உடனே பண்ணி கொடுப்பா. ஓ. அதுக்கு தலையில் வந்த உடனே அது அப்படியே செஞ்சிடணும். அந்த மாதிரி இது வீடோட பின்னாடிதான். ஆ. இங்க இங்க ரொம்ப எக்ஸ்ட்ரா இருந்தது நீங்க வச்சிருக்கேன் Okay. நிறைய. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിന്റെ ഏറ്റവും പുറകുവശമാണ് ആ இந்த സ്ഥലത്ത്. மாதிரி எல்லாம் பாருங்க, இதெல்லாம் இது மீன் இதெல்லாம் இந்த மாதிரி எல்லாம் நிறைய ചിന്ന ചിന്ന அங்க pots. நிறைய வச்சிருக்கேன். ஒரு போய் 200 പോയി பார்க்கலாமா அங்க? பார்க்கலாம். அங்க வாங்க. ஓகே. நிறைய ஜாஸ்தி ஆயிடுச்சு. அதுக்கு என்ன பண்ணணும்னு தெரியல. இங்கேயும் சும்மா அப்படியே எல்லாம் வெளியில இருக்கு. அது எப்படின்னு தெரியல. வெளியில தான் இது நல்லா வரும், வரும். உள்ள வராது. இது ഫെർട്ടിലൈസർ ഫംഗിസൈഡ് ഒന്നും വേണമോ? ஒண்ணும் ஒரு ஃபர்டிலைசர் போடுறது இல்ல இதுக்கு. நாங்க இல்லையா? எதுவுமே போடுறதே இல்ல, இது வரைக்கும் போட்டது இல்ல. இது போட்டி மிக்ஸ் இது மட்டும்தான். அது Vermiculite vermi மட்டும்தான். compost போடுங்க. ஆ. அவ்வளவுதான். அடியில் கொஞ்சம் கோகோபிட் போட்டா பரவாயில்ல. ആ, ഏറ്റവും അടിയില அடியில மேல எல்லாம் ஃபுல் இதுதான். ഫുൾ இது போட்டாலே വെർമി കമ്പോസ്റ്റ് மட்டும்தான். யா யா அது போட்டாலே நல்லா வந்துடும். நாங்க பாருங்க தொடறதே இல்லை. இதெல்லாம் எவ்வளவு நாச்சுன்னா அப்படியே சும்மா வந்துட்டே இருக்கும் இது. ஐயோ அதிசயமா இருக்கு. இப்ப வெளியில வச்சிருக்க பிளான்ட்க்கு ஏதாவது ஃபெர்டிலைசர் இல்ல போடுறீங்களா? இல்ல எங்கேயுமே போடலையா? போடுறது இல்ல, எங்கேயுமே இது ஒரு வெர்மி மண்ணு கூட போடுறது இல்ல. வெர்மி கம்போஸ்ட் மட்டும்தான். மட்டும் இந்த மாதிரி ஒரு கார்டன் நான் இதுக்கு முன்ன பார்த்ததே இல்ல. இந்த மாதிரி பிளான்ட்க்கு ஒரு ஃபெர்டிலைசருமே போடல. இல்ல ஒரு போடுறது இல்ல. ஒரு இது கூட இல்ல. எர்த்துல வைக்கிறதுக்கு போடுறீங்களா? அறுத்ததுக்கும் இல்ல, இல்ல. எதுக்குமே போடுறது. வளம் ஃபெர்டிலைசர் போடுற ஒரு ஒண்ணு கேக்குறமா? ஆ. தாமரை ஆம்பலுக்கு போடுமாங்களா? தாமரைக்கு நாங்க பொட்டாஷ் போடுறோம். பொட்டாஷ். பொட்டாஷ் போட்டா அது நல்லா செடி ஹைட்டா வந்திருக்கு healthy ஆ இருக்கு. ஆ. ஹெல்த்தியா வருது. அப்புறம் நிறைய பட்ஸ் வருது. Buds. ஆனா பெருசா அது என்னது போடுற? பொட்டாஷ் தான். பொட்டாஷ். அதுக்கு டேப்லெட் இல்ல, அதுக்கு போடுற கொஞ்சம். ஆ. ஆனா இந்த லில்லிக்கு தான் டேப்லெட் போடுறது. Tablet. லில்லி வாட்டர் லில்லி. வாட்டர் லில்லி அதுக்கு என்ன போடுறேன்? டாப்லெட்டா? டேப்லெட். ஆ. அது கொஞ்சம் டிஏபி டேப்லெட் அவ்வளவுதான். டாப்லெட் போடுறேன். இதுக்கு சரி. பொட்டாஷ் இதெல்லாம் போட்டாலும் நல்லா வரும். அப்ப இது வாட்டர் பிளான்ட்க்கு மட்டும்தான் நீங்க ഫെർട്ടിലൈസർ ஃபெர்டிலைசர் போடுறாங்க. ഫംഗിസൈഡ് ഒന്നുമേ ഇല്ല. ഫംഗിസൈഡ് ഇല്ല, ശരി. എതുക്കുമേ ഇല്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫൗണ്ടൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ம். ஒண்ணு கேட்கலாமா? ஆ. நிறைய கல்லெல்லாம் போட்டிருக்கு, நிறைய போட்டிருக்கு. அதுக்கு அது எங்க ஃபேக்டரி இருக்கு, எங்களுது கிரானைட் ஃபேக்டரி. கிரானைட் ஃபேக்டரியா? பில்கிரி கிரானைட்ஸ், பில்கிரி கிரானைட். கும் கிரானைட். கும் கிரானைட்ஸ் அது எக்ஸ்போர்ட். பக்கத்துலயே ரெண்டும் ஒரே இதுல இருக்கு, 2 கம்பெனி. எல்லாம் அங்கதான் எங்க ஃபேக்டரியில தான் பண்றாங்க. இதெல்லாமா? ஆமா. ஓகே இதெல்லாம் ஓகே. இன்னும் நிறைய இருக்கு. சரி சரி சரி. அப்ப இது கிரானைட் எக்ஸ்போர்ட்டிங்கா? எக்ஸ்போர்ட்டிங், ஃபுல்லா எக்ஸ்போர்ட் நாங்க. எந்த எல்லாம் ஃபுல்லா வேர்ல்டுல எல்லா கடை பண்றோம். எல்லா ஓ. பக்கமும். இங்க இருந்தானே இல்ல. US ஜாஸ்தி, யுஎஸ் அந்த பக்கம் எல்லாம் ஜாஸ்தி. இதுக்கும் போறது, துபாய்க்கு எல்லா பக்கமும் போறது. ஓ சரி சரி. அதுதான் இந்த மாதிரி கல்லுல ஃபுல் நான் பார்த்தேன். ஆ. இந்த கல்மண்டபம் பார்த்தேன், ஃப்ரண்ட்ல பார்த்தேன். அப்ப நான் நினைச்சேன், அப்ப நான் சொன்னேன் இவரு ஏதாவது ஸ்டோன் சம்பந்தமா ஏதாவது இருக்குன்னு சொன்னேன். ஆனா இந்த மாதிரி வெர்டிகல் கார்டன், இந்த மாதிரி கார்டன் நான் எங்கேயும் பார்க்கல. இது பார்த்தா இது அங்கேதான் வச்சிருக்கோம். இதே மாதிரி சின்ன சின்னதா இது இது பாருங்க. ஓ இதெல்லாம் சாதா ஸ்டெம் தானா இது? இது சும்மா அப்படியே வச்சிருக்கோம், அவ்வளவுதான். ஓஹோ. இது பாருங்க, இது எப்படி வந்திருக்குன்னா
പാട്ട് இருக்கிறது தெரியாது. അതെ അതെ പോട്ടിലാന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇത് കണ്ടോ ചെറിയ ബെഡ് വന്നിട്ട് ഇത് ഒരു ചെറിയ കമ്പാണ് കേട്ടോ. ഉണങ്ങിയ പ്ലാസ്റ്റിക് അല്ല നമ്മുടെ മരത്തിന്റെ കമ്പാണ്. ആണ് ഇത് നിസാരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെയിന്റ് ബക്കറ്റ്, ഇതേപോലത്തെ നോർമൽ ആയിട്ടുള്ള പെയിന്റിന്റെ ബക്കറ്റുകളിൽ അതും കളർഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തിട്ട് മനോഹരമായിട്ട് ക്രിയേറ്റീവായിട്ട് അതിൽ ഒരുപാട് തരം ആമ്പലിനെ വെച്ചിട്ടുണ്ട്. വാട്ടർ ലില്ലി വെറൈറ്റി ആയിട്ടുള്ളത്, മഞ്ഞ കോളാമ്പി ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊക്കെ എത്ര എടുത്ത് പറയാനുണ്ടെന്ന്. പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ ഇത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമുക്കും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് വേസ്റ്റായി കിടക്കുന്നുണ്ടാവും. ഒന്ന് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമ്മുടെ ഗാർഡനും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങ് നോക്കിയാൽ PVC പൈപ്പ്, സാധാ PVC പൈപ്പ് കുഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ അറ്റത്ത് ഇങ്ങനെ ഒരു ഏരിയ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെ നല്ല ഹമ്പിളാക്കി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് വെറുതെ വെളിയിൽ നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നിൽക്കുന്നുണ്ടോ, ബിറോ സ്റ്റൈലും ഡോങ്കി ടൈലും ഇവിടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞൊന്നും ചിന്തിക്കല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി ഇനിയിപ്പോൾ വന്ന വഴി ചുമ്മാ ഒന്ന് പുറകോട്ട് നോക്ക്, ആ ഭാഗം തന്നെ വീണ്ടും കാണിക്കുന്നത് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണിക്കുന്നത് കേട്ടോ. അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഫുള്ളായിട്ട് ഇതാ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഒരു ഗ്രീൻ നെറ്റ് ഷെയ്ഡ് നെറ്റ് കൊണ്ട് പോലും എന്തൊരു മനോഹരമായ ക്രിയേറ്റിവിറ്റി ആയിട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് നോക്കിയാൽ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ പലർക്കും ഇതേപോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. കുഞ്ഞ് ടയലിൻ്റെ പൊട്ടുകൾ, കുഞ്ഞ് ഗ്രീൻ നെറ്റിൻ്റെ ഷെയ്ഡുകൾ, അതായത് വലിയൊരു റിച്ച് ആയിട്ടുള്ള സംഭവമാണെന്ന് വെച്ചാൽ റിച്ചാണ്, പക്ഷെ എന്നാൽ ഒരു ലോ കോസ്റ്റ് ഗാർഡൻ ആണെന്ന് വെച്ചാൽ അതുമാണ്. ഇനി മീഡിയം ലെവലിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗാർഡൻ ആണെന്ന് വെച്ചാൽ അതുമാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. കാരണം എല്ലാം ഹൈടെക് അതിനെ മിക്സ് ചെയ്തിട്ടാണെന്ന് പറയാൻ ഏറ്റവും വലിയ കാരണം ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ കുരുവിക്കൂടിൻ്റെ പോട്ടുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്മൈലി ബോളൊക്കെ പറഞ്ഞില്ല, ആ സ്മൈലി ബോളിൽ പോലും കണ്ടോ, പണ്ട് നമ്മൾ അക്യൂപഞ്ചർ ബോൾ, സ്മൈലി ബോൾ എന്നൊക്കെ പറയുന്ന, യെല്ലോ ബോൾ എന്നൊക്കെ പറയുന്ന ആ ബോളാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ അതേ പോട്ട്സിലാണ് ഇതേ കുഞ്ഞു കുഞ്ഞ് വാട്ടർ ബോട്ടിലിൻ്റെ പോട്ടിലാണ്, കുഞ്ഞു കുപ്പികളിലാണ് ഇത് ഈ കാണുന്ന മുഴുവൻ സിഡംസ് ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇത്, കാരണം അത് എന്തിലാണ് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അത്രത്തോളം. കാരണം അതിങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയാണത് വരുന്നതെന്ന് അറിയില്ല. അതാ ഇതേ വെറും ഒരു PVC പൈപ്പിൽ കണ്ടോ, ഒരു സൈഡ് PVC പൊളിച്ചിട്ട് ആ PVC പൈപ്പിനെ തുറന്നു വെച്ചു, എന്നിട്ട് അതിലേക്ക് പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് അതിൽ പോട്ടി മിക്സ് മറിച്ചിട്ട് ഓരോ കുത്തിട്ടിട്ട് അതിലും സെറ്റ് ചെയ്തിരിക്കുക. അതിപ്പോൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഒരു ജഗ്ഗാണ്, ജഗ്ഗിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അതാ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി തന്നെ കേട്ടോ. ആമാ ശരി ശരി, ഇത് നിറയെ വെച്ചിരിക്കില്ലേ? ഇതിപ്പോ പാത്ത என்ன கேக்குறீங்க தெரியுமா, இது விக்கிறீங்களா கொடுக்குறீங்களா, இது செய்யலாம் அப்படி கேட்குவாங்க எல்லாருமே. ഇത് அப்படி இல்ல, ഇത് ശരിക്കും പാഷനായിട്ട് ചെയ്യുന്ന കേട്ടോ. ഇത് വിൽക്കാനുള്ള സംഭവം ഒന്നല്ല. ஒரு இன்னொன்னு கேட்கலாமா, இது வெர்டிக்கல் கார்டன்ல இது கொஞ்சம் ஹைட்டா இருக்குல்ல, உங்களுக்கு எத்தாது இல்லையா, அப்ப யாரு ஹெல்ப் பண்றது? அவதான் இது ஸ்டாண்ட் போட்டு எல்லாம் பண்றா, அவரே எல்லாம் பண்றா. இப்ப எத்தனை நாள் வச்சு? 2 பேர் இருக்கா? ஓகே ஓகே. ரொம்ப பாட்ல ஹோல் பண்ணி இந்த மாதிரி வெச்சா ஃபுல்லா அப்படியே தானே வளர்ந்து. ஓ, வெர்டிக்கல் போட்ல ஹோல்ஸ் போட்டுட்டு போட்டா இது அப்படியே கவர், இதெல்லாம் ஹோல்ஸ் போட்டுருக்கிறது எல்லாம் கவர் ஆயிடுச்சு. அத இன்னும் என்ன எந்தல பண்ணிருக்கு என்ன பண்ணிருக்குன்னு யாருக்குமே புரியாது. யாருக்கும் புரியாது. ரொம்ப நல்லா இருக்கு. இந்த இட பாருங்க, இதெல்லாம் சின்ன சின்ன குட்டி, அங்கெல்லாம் இந்த இது யானை. நான் ஒரு இது பார்த்திருந்தேன் நேத்த. ഇത് നോക്ക്, വെറൊരു കുപ്പിയാണ് വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കണം, വാട്ടർ ബോട്ടിൽ, 4 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ. അപ്പൊ ഇതെല്ലാം വാട്ടർ ബോട്ടിൽ, ഇത് വാട്ടർ ബോട്ടിൽ, ഇത് വാട്ടർ ബോട്ടിൽ, കുട്ടി കുട്ടി യാനെ, ഇത് എല്ലാം മാതിരി. ഇതിലെ കേറണമെങ്കിൽ ശ്രദ്ധിച്ച് കാരണം എല്ലാം തട്ടിപ്പോവും. ഓക്കെ. ഓ எல்லாம் வேஸ்ட் மெட்டீரியல் தான். போட்டி மிக்ஸ் இல்லன்னு சொல்லும்போது தான் இது அதிசயமா இருக்கு. எப்படி இது அப்ப இது லைட் வெயிட்டா இருக்குல்ல, இது വെർമി കമ്പോസ്റ്റ് மட்டும்தான். വളരെ ലൈറ്റ് ചെറുതിട്ടോ. ഇത് കണ്ടോ, മണ്ണ് എന്ന് പറയുന്ന സാധനമല്ല, മണ്ണില്ല, വെർമിക്കുലേറ്റ് ഇല്ല, പെർലൈറ്റ് ഇല്ല, ഒന്നുമില്ല, വെർമി കമ്പോസ്റ്റ് മാത്രം, വേറെ ഒന്നുമില്ല. അതൊരു വലിയ അതിശയമാണ്. ഇപ്പൊ നമ്മളൊക്കെ വലിയ പോട്ടി മിക്സിലേക്കൊന്നും പോവാതെ ശരിക്കും ഈ രീതിയിൽ ചെയ്തത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പോയ 1ഉം 2ഉം ചട്ടികളല്ല, ഇവിടെ പോലും അത്രത്തോളം പോട്ടുകളാണ്. ഇത് കണ്ടോ, എല്ലാ ഭാഗത്തും ഇത് തന്നെയാണുള്ളത്. 3 months ஆச்சு, அப்பவே இவ்ளோ எல்லாம் பெருசாயிடுது, சின்ன சின்ன only 3 months அது, 3 months குட்டி குட்டியா போட்டா இவ்ளோ பெருசாயிடுது பாருங்க, எவ்வளவு பெருசா இருக்கு. 3 മാസം ആയിട്ടുള്ളൂന്ന് പറയുന്നത് കേട്ടോ. 3 മാസം കൊണ്ട് കവർ ആയിടും. ഇത് മഴ പെഞ്ചാലും പ്രോബ്ലം ഇല്ലേ? ഇவ்வளவு மழை வந்தாலும் ஒண்ணும்
ആകുന്നില്ല ഏന്നാ എല്ലാം ഹോൾ ഇരിക്കല്ലേ എല്ലാം ഓക്കെ ഓക്കെ. ശരിക്കും ഡ്രൈനേജ് നന്നായിട്ട് കൊടുക്കുക, അതേപോലെ വേറെ ഒന്നും വേണ്ട, വെർമിക്കുലേറ്റ് മാത്രം ഇട്ടിട്ട് പോട്ടി മിക്സ് ചെയ്ത് നോക്കിട്ടോ. ഇത് ഏറ്റവും വലിയൊരു അറിവാണ്, ഗ്രീൻ ഹെവൻ ഫാമിലിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം എത്രയോ പോട്ടി മിക്സുകളും എത്രയോ രീതിയിലുള്ള ഫെർട്ടിലൈസറും ഫംഗിസൈഡും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു വെർമിക്കുലേറ്റ് മാത്രം ഇട്ടിട്ട് ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കാര്യമല്ല. അത്ര മനോഹരം. 3 മാസം കൊണ്ടാണ് ഇത് ഈ ഒരു വലിപ്പത്തിലേക്ക് എത്തിയത് കേട്ടോ. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷെ അത് കണ്ടെന്ന് വിചാരിച്ചിട്ട് ആർക്കും നഷ്ടം ഒരിക്കലും വരില്ല. ഞാനിങ്ങനെ അതിശയം വിചാരിക്കുക, നമുക്ക് പോലും ശരിക്കും വരുന്നില്ല. നമ്മുടെയൊക്കെ നോട്ട ലേശം ഓവറാണെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ, രവതി മാം പറഞ്ഞ പോലെ തന്നെ ഓവർ കെയറിങ് വേണ്ട എന്നുള്ളതാണ്. താമര എത്ര വെറൈറ്റി இருக்கு? இங்க ஒரு 5-6 வெரைட்டி இருக்கு கலர்ஸ். ஆனா இப்போ இந்த ஒயிட் தான் ஜாஸ்தி. ஒயிட்டும் இங்க ஒரு பிங்க் இருக்கு. பிங்க், இன்னும் ரெட் கலர் இருக்கு, ரொம்ப டார்க் மெஜந்தா. அதெல்லாம் போட்டோ இருக்கு. அதெல்லாம் நிறைய சஹஸ்ரதள இருந்துச்சுல. இது என்ன சோஃபாவா? சோஃபா எல்லாரும் சோஃபா மாதிரி இருக்கு. நான் அதனால ரெண்டு பொம்மை வச்சிருக்கு. எங்க பொம்மை எல்லா போட்டிலும் ஒரு 50% போட்டிலும் பொம்மை வச்சிருக்கு. செடி பார்த்தா அவ்வளவுதான். எனக்கு ரொம்ப இஷ்டம் செடின்னா. സക്ലന്റ് இந்த மாதிரி வரும்னு എനിക്ക് தெரியாது. മുമ്പ് ഒരുപാട് ചെടികൾ നശിച്ചു പോയ ഒരാളാണ് കേട്ടോ. കാരണം അതിൽ നിന്ന് തോക്കില്ല, ഞാൻ ജയിച്ചു വരും എന്നുള്ള ഒരു പാഷനേറ്റോട് കൂടി തിരിച്ചു വന്ന ഒരാളാണ്. അതൊരു സംഭവം തന്നെ കേട്ടോ. കാരണം നമ്മളൊക്കെ ഒരു 4 പ്രാവശ്യം വാങ്ങി വെച്ചാൽ 5ാമത്തെ പ്രാവശ്യം നമ്മൾ ചെടി നിർത്തും. പക്ഷെ ഇവർ അതിൽ നിന്ന് വിട്ടില്ല, അതിന് തിരിച്ച് പിടിച്ചു എന്നുള്ളതാണ്. അത് ഇങ്ങ ടെറാക്കോട്ട എങ്കെ ഇതുക്കുള്ള ഇത്. ഇത് ഫ്രാക്ക് മാതിരി. ഇതാ വീണ്ടും അടുത്ത ഫ്രോക്ക്. ഇത് ഇവിടെ ഇങ്ങനത്തെ ഒരു 10-15 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഫുള്ള് ഇതാ ഇവിടെ കണ്ടോ, ശരിക്കും ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ. അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ഒരു സ്ഥലം ഉണ്ടോ അതൊക്കെ നല്ല മനോഹരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ടെറാക്കോട്ട ഏരിയ. ஊட்டிக்கு போனப்போ அது பாத்திருந்தேன். இது இந்த மாதிரி அது பார்த்து பண்ண. ஓ சரி சரி, பியூட்டிஃபுல்லா இருக்கு. இதெல்லாம் எல்லா இடத்துலயும் கலெக்ഷൻ வேற ஒரு ஊர்ல போய் இதெல்லாம் வாங்கிட்டு வந்து ടെറാക്കോട്ട ഇത് ഫുൾ കേരളത്തിന്റെ പ്രസന്റേഷൻ ആട്ടോ. കേരളത്തിൽ നിന്ന് പോയിട്ട് ഇത് நீங்க ஃபேக்டரியில பண்றது? அது எங்க ஃபேக்டரி. இது கிரானைட் அது பாருங்க, அந்த கல் இருக்கு, அந்த கல் அங்க. அது எங்க? இது எங்க ஃபேக்டரி இதெல்லாம். இது ஸ்டோன் பூ மாதிரி சும்மா. இதுக்கெல்லாம் கொஞ்சம் இதாயிட்டு இருக்கு வெயிலுக்கு. இவ 2 பேரும் கார்டனர். இவ ராமு, இவ பேரு, அவ பேர் சிவோ. இவரெல்லாம் இந்த மாதிரி டெய்லி இப்படி போட்டு தான் வந்திருக்கு எல்லா செடியும். இப்படி போட்டு இந்த மாதிரி போடணும், அவ்வளோதான். ஒரு 2-3 போட்டாலே போதும். ஒரே ஒரு போட்டு மிக்ஸ் மட்டும் தான். ஒரே ஒரு பாட்டு, இன்னொன்னும் போடல, இல்லை வெறும் தண்ணி போடுறோம், அவ்வளோதான். சரி, இதுல இந்த மாதிரி போடணும். கொஞ்சம் டைட்டா போடணும், அந்த மாதிரி. அது டைட்டா போடணும், அந்த மாதிரி போட்டா போதும். ഒരു കോല് വെച്ച് കുത്താ വെറുതെ ഇടുക. വേറെ ഒരു പോട്ട് മിക്സും ഒരു ഫെർട്ടിലൈസറും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ഒന്നും വേണ്ട. തണ്ണി വിട്ടാലും നല്ല വരും. ரொம்ப தண்ணி வேணும். അപ്പൊ ഇവർ രണ്ടാളാണ് ഇവരെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. டெய்லி வரா. இவ 2 பேர் தான் இது இவ்வளோ எல்லாம் மெயின்டைன் எங்களுக்கு ஹெல்ப் பண்ணிருக்கா. ஓகே ஓகே. எது சொன்னாலும் இவர் 2 பேர் பண்ணிடுறா. ரொம்ப கிரியேட்டிவா பண்றா 2 பேரும். ஆமா. அது போடுறதுலயும் ஒரு നാക്ക് இருக்கு. ആമാ. ഇത് കണ്ടോ, അതും അതിലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്ത് കണ്ടോ. ഒന്നില് വലുത് 3 എണ്ണം വെച്ചു, അതൊരു ഭംഗിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫുൾ ബാസ്ക്കറ്റിലെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കണ്ടോ, അത് ഫൈനലായി. ഇത് 2 months ആയിട്ടാ இப்படி வரும். അതെ, 2 മാസം കൊണ്ട് ഇതുപോലെ നിറച്ച് വരും. அப்படியே அது ഫ്ലോ ആയിട്ട് വരും. കണ്ടോ, ഇത് എങ്ക ഫാക്ടറിയില പണ്ണത്. ഇതെല്ലാം എക്സ്പോർട്ടിംഗ്. എക്സ്പോർട്ട്. വെറുതെ ഒരു കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം നോക്കി എത്ര മനോഹരമാണ്. ഇനി അതിലൊക്കെ തമാശയായിട്ട് തോന്നുന്നത് കണ്ടോ, വീണ്ടും ഫ്രോക്ക്. അത് ഭയങ്കര ഇതാ, അതിനേക്കാൾ മനോഹരമായിട്ട് വരണം. ഇപ്പോൾ ഗ്രീൻ ഹെവനും പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധന്റെ ആരാധകരാണ്. നല്ല രീതിയിൽ ഭംഗിയുള്ള ഒരു ബുദ്ധനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബുദ്ധന്റെ ബാക്കിൽ അവിടെയും സീഡവും കാക്ടസും നമ്മുടെ മണി പ്ലാന്റും കുറച്ച് സീഡവും കാര്യങ്ങളൊക്കെ വെച്ച് ഫൈനൽ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് കാഴ്ച. നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചകളോളം ഷൂട്ട് ചെയ്യേണ്ടി വരും നമ്മളിവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് സമയമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മോർണിംഗ് വൈബിലൂടെ ഇങ്ങനെ കൊണ്ടുവരാം. എന്തായാലും ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. ആ കമൻറ്റ് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ അത് കാണുമ്പോൾ അത് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.
താങ്ക് യു. പിന്നെ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഇത് വന്ന് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് സെയിലുള്ളതാണോ, ഇത് അവരുടെ പാഷനാണ്, ഇതൊരു കാരണവശാലും അവർക്ക് ഇത് ചെയ്യാനുള്ള സമയമുള്ളവരല്ല. അവരവരുടെ ബിസിനസ്സിൻ്റെ സ്ട്രെസ്സൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കാര്യങ്ങൾ ഫുൾ ചെയ്യുന്നത്. ഒരു പരിധി വരെ നമുക്കും ഇതിനുള്ളിൽ കയറാൻ പറ്റിയതും കാണാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഓടി വന്ന് കാണാനോ കയറാനോ പറ്റുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞതും അത് നമ്മുടെ ഗ്രീൻ ഹെവനിലൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.